നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിന്റെ 9ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ സഭയിൽ പാസാക്കി. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ വാക്കാൽ മറുപടി പറഞ്ഞത്. പുതിയ ഊർജ്ജ നയം, KSEBയുടെ സാമ്പത്തിക പ്രതിസന്ധി, നവസംരംഭകരെ സൃഷ്ടിക്കുന്നതിനായി കർമ്മ പദ്ധതി, സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി മറികടക്കാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. കാർഷിക മേഖലയിൽ സൗരോർജ്ജ സംവിധാനം വ്യാപകമായി നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി സഭയിൽ അറിയിച്ചു. കോൾ നിലങ്ങളിൽ വ്യാപകമായി സൗരോർജ്ജ സംവിധാനം ഏർപ്പെടുത്തുന്നത് വഴി കർഷകർക്ക് വരുമാനം ലഭിക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. വളരെ വിപുലമായ കാർഷിക മേഖലയിൽ എല്ലാ രീതിയിലും സോളാർ വെക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 19ാം തീയതി അതിൻ്റെ തൃശ്ശൂർ മേഖലയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക. അതേപോലെ കാർഷിക മേഖലയിൽ സൗരോർജ്ജം വെക്കുമ്പോൾ ഉണ്ടാകുന്ന കൃഷിക്കാർക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന രീതിയിലാണ് സംവിധാനം ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിൽ 2 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചതായി മന്ത്രി P. രാജീവ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഇതുവഴി 4 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആയുർവേദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെ 22 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വ്യവസായ നയം രൂപീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് 400 പേര് കിൻഫ്ര പാർക്കിൽ റോബോട്ട് നിർമ്മിക്കുന്ന കമ്പനിയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു. കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ 300 പേർക്ക് ജോലി ചെയ്യാവുന്ന പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. അപ്പോൾ ഈ 2 മേഖലകൾ AI ആൻഡ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള മേഖലകളിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. IBM-ഉമായി ചേർന്ന് ജൂലൈയിൽ ഇന്റർനാഷണൽ AI കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കും. ബഹുമാനായ ധനകാര്യമന്ത്രി ബജറ്റിൽ സൂചിപ്പിച്ചതുപോലെ റോബോട്ടിക്സിൽ ഒരു ഇന്റർനാഷണൽ ആയിട്ട് റൗണ്ട് ടേബിൾ ഓഗസ്റ്റ് മാസത്തിൽ സംഘടിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ തോതിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും അധികം വിഭവം ശേഖരിക്കാൻ നമുക്ക് ഉള്ള നികുതിക്കകത്ത് അത് ശേഖരിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ 1ാം സ്ഥാനത്ത് വന്നൊരു സ്റ്റേറ്റാണ് കേരളം. സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് മൂലവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്തതുമൂലവും ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളായ ഷാഫി പറമ്പിലും മറ്റ് 6 പേരുമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. റൂൾ 50 സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് മൂലവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തത് മൂലവും ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ഷാഫി പറമ്പിൽ, NA നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. നെല്ല് സംഭരണത്തിന്റെ പണം കർഷകർക്ക് ഉടൻ ലഭ്യമാക്കണമെന്നും സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. നെല്ലിന്റെ സംഭരണ വില മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അത് ഉയർത്താൻ തയ്യാറാവണം. PRS റെസീറ്റുകൾ വഴിയല്ലാതെ സംഭരണത്തിന്റെ പൈസ ഒരാഴ്ചക്കുള്ളിൽ കർഷകന് നേരിട്ട് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കണം. അതിനൊക്കെ സപ്ലൈകോക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഇതിന് ദയാവധം പ്രഖ്യാപിച്ച് അതിനെ തൂക്കിക്കൊല്ലാൻ കാത്തിരിക്കുന്ന തരത്തിലുള്ള സമീപനം തിരുത്തണം. ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ സബ്സിഡി ഇനങ്ങളിൽ ചില പലവ്യഞ്ജനങ്ങൾക്ക് സപ്ലൈകോയിൽ ദൗർലഭ്യം നേരിടുന്നുണ്ടെങ്കിലും വിപണി വില പിടിച്ചു നിർത്തുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും സപ്ലൈകോ സജീവമായി തന്നെ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് എടുത്ത താല്പര്യം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അത് നിങ്ങൾ തുടങ്ങിയതാണ് ആ വിൽപ്പന. ആ തുടങ്ങിയത് BJP ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സപ്ലൈകോ ആണെങ്കിലും പൊതുമേഖലാ സംരംഭങ്ങളെ ആണെങ്കിലും
അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും ബദൽ നയമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സപ്ലൈകോയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സ്റ്റുഡന്റ് സേവിംഗ് സ്കീം സംബന്ധിച്ച് ശ്രീ ജോബ് മൈക്കിൾ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി V ശിവൻകുട്ടിയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ SC/ST വിഭാഗങ്ങളെ ഒഴിവാക്കുന്ന സാഹചര്യം സംബന്ധിച്ച് ശ്രീ AP അനിൽകുമാർ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി K രാധാകൃഷ്ണനും മറുപടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വന്നിരുന്ന സഞ്ജയ്യ സമ്പാദ്യ പദ്ധതി 2015 നിർത്തലാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി സംസ്ഥാനത്തെ ഭൂരിപക്ഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളും നടപ്പാകുന്നില്ല. എല്ലാ സർക്കാർ എയ്ഡഡ് അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കർശനമായ നിർദ്ദേശം നൽകണമെന്നാണ് ഞാൻ ഈ ശ്രദ്ധ പ്രമേയത്തിലൂടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. സ്റ്റുഡന്റ് സേവിംഗ് സ്കീം നടപ്പിലാക്കുന്നതിന് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനു വേണ്ടി ആരംഭിച്ച സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിലുള്ള ഈ സമ്പാദ്യ പദ്ധതി സ്കൂളുകളിൽ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സമ്പാദ്യ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് വരികയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ നിയമനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത്, തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ സംവരണം വേണമെന്ന സർക്കാർ നിലപാട് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. ഒരു കാര്യം അങ്ങ് ഓർക്കുന്നത് നല്ലതായിരിക്കും. ആരാണ് എയ്ഡഡ് സെക്ടറിൽ അൺടച്ചബിലിറ്റി ഏർപ്പെടുത്തിയതെന്നും ആരാണ് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചുകൊണ്ട് ഈ സെക്ടറിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. 16 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. റാന്നി പുതിയ പാലത്തിന് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്നതാണ് സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 14,07,00,000 രൂപ ഉൾപ്പെടെ ശേഷിച്ച പ്രവൃത്തികളുടെ 38,77,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് പുതുക്കിയ സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിയിലേക്ക് സമർപ്പിച്ചു. കിഫ്ബിയിൽ നിന്നും പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭ്യമായാലുടൻ തന്നെ സാങ്കേതിക അനുമതി നൽകിക്കൊണ്ട് ടെൻഡർ ചെയ്ത് ശേഷിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാർ, എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വിഴിഞ്ഞം, വെങ്ങാനൂര്, ബാലരാമപുരം വില്ലേജുകൾ ഉൾപ്പെടെ 24 വില്ലേജുകളിലായി 7,000-ഓളം ഭൂ ഉടമകളെ ബാധിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് സാർ. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള 77.7 കിലോമീറ്റർ ദൂരം ദേശീയപാത 866 വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 28/10/2022 3A വിജ്ഞാപനം SO 5065 കേന്ദ്ര ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും 11 വില്ലേജുകളിലെ 100 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 3D വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറി നടത്തി രേഖകൾ ഭൂ ഉടമകളിൽ നിന്നും വാങ്ങി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതുമാണ്. 10 പഞ്ചായത്തില് തുറവൂര്, കുത്തിയതോട്, കോടംതുരുത്ത്, എഴുപുന്ന, അരൂര് ഇതിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടാത്തത് വളരെയധികം കഷ്ടമായി കിടക്കുകയാണ്. 100% അവിടെ ജലവിതരണം ഉറപ്പുവരുത്തുന്നതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് സ്വീകരിക്കുന്നതായിരിക്കും. സാർ, ഈ അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് RC ബുക്ക് നൽകുന്നില്ല, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ ലൈസൻസ് നൽകുന്നില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അതേ സ്പിരിറ്റ് തന്നെ ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ധനകാര്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു 3-4 അടി പ്രിൻറ്റിങ് തുടങ്ങിയാൽ 3-4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കൊടുക്കും. ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് RTO ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നും സഭയിൽ തുടർന്നു. 20 അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പൊതുമേഖലാ സംവിധാനത്തെ തകർക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിലെ നിലപാട്. ഇത്തവണയും
പൊതുമേഖല ഓഹരി വിൽപ്പനയുടെ 50,000 കോടി രൂപ സമാഹരിക്കാൻ അവർ നിശ്ചയിച്ചപ്പോൾ നമ്മുടെ കേരളം പൊതുമേഖലയെ സംരക്ഷിക്കുന്നു, ലാഭകരമാക്കുന്നു. വൻകിട പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കാതെ നയത്തിൽ ഒരു സ്വകാര്യം കൊണ്ടുവന്നുകൊണ്ട് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ മുഴുനീളം നമ്മുടെ പ്രിയങ്കരനായ ധനമന്ത്രിയുടെ നിസ്സഹായാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ബഹുമാനനായ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് സാർ. കേരളത്തിൻ്റെ സർവ്വമേഖലയിലും സമഗ്രതയാർന്ന വികസനത്തിന് വലിയ പിന്തുണ നൽകുന്ന വിധത്തിലാണ് കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സർ, വ്യവസായ മേഖലയിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഇതിനുള്ള ശ്രദ്ധേയമായൊരു മുൻകൈ എടുത്തു. തകരില്ല കേരളം, തളരില്ല കേരളം എന്നുള്ള ശക്തമായ കേരള വികാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് LDF സർക്കാർ വികസന പാതയിൽ ഇപ്പോൾ മുന്നേറുന്നത്. സാർ, 400ഓളം പദ്ധതികൾ ഇങ്ങനെ വായിച്ചു ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒരു കാസർഗോഡിന്റെ പേര് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3 ബില്ലുകളാണ് ഇന്ന് സഭ പാസാക്കിയത്. 2024 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലും 2024 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലും മന്ത്രി MB രാജേഷും കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ മന്ത്രി KN ബാലഗോപാലുമാണ് അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം ബില്ലുകൾ സഭ പാസാക്കി. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കുന്നത് പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ചരക്ക് സേവന നികുതി സംവിധാനം വന്നതിന് ശേഷം പല മേഖലകളിലുള്ള അമെൻമെൻറ്റുകളും നികുതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംവിധാനത്തിനകത്ത് ഈ ഓൺലൈൻ ഗെയിമിങ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചൊരു പുതിയ നികുതി റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സർ. 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കുന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.